എൻടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫോട്ടോഷോപ്പിന് വെല്ലുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചതുപോലെ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ ഒരു 15 മുതൽ 20 മിനിറ്റ് സമയം വരെ നമുക്ക് ചിലവാകും. എന്നാൽ ലൈസൻസ് ഇല്ലാത്ത ഫ്രീ സോഫ്റ്റ്വെയർ ആയ പൈത്തണിൻ്റെ സോഴ്സ് കോഡിംഗ് ഉപയോഗിച്ച് നമ്മളൊരു ടൂൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ ടൂൾ ഉപയോഗിച്ച് ഈ പറഞ്ഞ രീതിയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെറ്റ് ചെയ്യാൻ നമുക്ക് എടുക്കുന്നത് ജസ്റ്റ് 1 സെക്കൻഡ് മാത്രമാണ്. ഞാൻ അതിൻ്റെ സോഴ്സ് കോഡ് പരിചയപ്പെടുത്താം. ഇതാണ് ആ ഫ്രീ ടൂളിൻ്റെ സോഴ്സ് കോഡ്. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിക്കും. സോ ഈ കാണുന്ന സോഴ്സ് കോഡ് ഉപയോഗിച്ചാണ് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ച A4 സൈസ് അതിലുള്ള ഫോട്ടോ നമ്മൾ സെറ്റ് ചെയ്തത്. അതായത് A4 സൈസിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് സെറ്റ് ചെയ്തത് 30 എണ്ണം വരെയാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ ഫസ്റ്റ് ലുക്ക്. ഇവിടെ നമുക്ക് കാണാം 30 ഫോട്ടോസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോളംസും റോസും റെഡിയാണ്. നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന പേജ് സൈസ് A4 ആണ്. അതിനുശേഷം നമുക്ക് സിംഗിൾ ഇമേജ് ലോഡ് ചെയ്തിട്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ കാണുന്ന ഒരു സിംഗിൾ ഇമേജ് ലോഡ് ചെയ്തു. ആ സിംഗിൾ ഇമേജ് ഒറ്റയടിക്ക് 30 ഇമേജുകളായിട്ട് ഇവിടെ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ PDF JPG ഒക്കെ ആയിട്ട് സേവ് ചെയ്യാൻ കഴിയും. നമുക്കിതിന് JPEG ആയിട്ട് ഒന്ന് സേവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതിനെ JPEG ആക്കിയിട്ട് ഫോട്ടോ എന്ന് പറഞ്ഞ് സേവ് ചെയ്യണം. ഫോട്ടോ എന്ന് പറഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ സേവ് ചെയ്ത ഫോട്ടോസ് ഒന്ന് നോക്കാം. അതവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കണമല്ലോ. സോ നമുക്കത് ഒറ്റ ക്ലിക്കിന് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് സമയം ലാഭമാണ്. രണ്ടാമത് കസ്റ്റമൈസേഷൻ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. മൂന്നാമത് ഈ സോഫ്റ്റ്വെയർ ഫ്രീ ആണ്, എൻറ്റയർലി ഫ്രീ ആണ്. നമുക്കത് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് വേറൊരു കേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ കയ്യിൽ 30 പേരുടെ ഫോട്ടോസ് ഉണ്ട്. അങ്ങനെ വരുന്ന ഒരു കേസിൽ ഇതിൽ എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഉദാഹരണത്തിന് 30 പേരുടെ ഫോട്ടോസ് ഇപ്പം നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കില്ല. സോ നമുക്കൊരു 4 പേരുടെ ഫോട്ടോസ് എടുക്കാം. ഒരു 4 പേരുടെ ഫോട്ടോസ് എടുത്താൽ ആ 4 പേരുടെ മാത്രമായിട്ട് ഇതിൻ്റെ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഒരൊറ്റയടിക്ക് നമുക്ക് വേണമെങ്കിൽ 30 ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നർത്ഥം. പിന്നീട് അവിടെ നമുക്ക് ക്ലിയർ ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഉള്ളതാണ് സേവ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ. അതായത് നമ്മുടെ മാർജിൻ, ടോപ്പ് ബോട്ടം വിഡ്ത്തുകളും ലെഫ്റ്റ് റൈറ്റ് വിഡ്ത്തുകളും ഈ ഫോട്ടോ തമ്മിലുള്ള സ്പേസിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് മാറ്റിയതിന് ശേഷം നമുക്കത് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം എൻ്റെ കയ്യിലുള്ള പ്രിൻ്ററിനെ പോലെ ആയിരിക്കില്ല നിങ്ങളുടെ കയ്യിലുള്ള കളർ പ്രിൻ്റർ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ആ ബിഹേവിയറിനനുസരിച്ച് ഈ പറയുന്ന സൈസുകളിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താൻ വേണ്ടി സാധിക്കും. പേപ്പർ മാറ്റാൻ വേണ്ടി സാധിക്കും. വിച്ച് മീൻസ് A5 എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ A5 ഞാൻ സിംഗിൾ ഇമേജ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, A5 ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്രയൊക്കെയാണ് ഈ സോഫ്റ്റ്വെയറിനെ കൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഈ സോഫ്റ്റ്വെയർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ഇതിൻ്റെ സോഴ്സ് കോഡും അവൈലബിൾ ആണ്, ഇതിൻ്റെ EXE ഫയൽസും അവൈലബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. ഇത്തരത്തിലുള്ള ടൂളുകൾ പരിചയപ്പെടുത്തലാണ് എൻ്റെ ഒരു പ്രധാന ഹോബി. സോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ടൂളുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി അടിച്ചാൽ ഇത്തരത്തിലുള്ള ടൂളുകൾ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ അത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.